ഹായ് ഗൈസ്, നമുക്കിന്നൊരു ട്രിപ്പ് പോയെങ്കിലോ? ഇത് ഉടുപ്പിയിലെ മാൽപ്പേ ബീച്ചിലാണ് ഇപ്പോൾ നമ്മളുള്ളത് കേട്ടോ. ഇവിടെ നിന്ന് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ഒരു ഐലൻഡിലേക്കാണ്. ഐലൻഡിൻ്റെ പേരാണ് സെൻറ്റ് മേരീസ് ഐലൻഡ്. അടിപൊളി ഒരു യാത്രയാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. തീർച്ചയായിട്ടും ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും പോകാൻ തോന്നും. ഇപ്പോൾ ഇതൊരു സ്പീഡ് ബോട്ടാണ് കേട്ടോ. ഗവൺമെൻറ്റിൻ്റെ ബോട്ടുണ്ട്. ഇതിനൊരു ഒരാൾക്ക് 400 രൂപയാണ് അപ്പ് ആൻഡ് ഡൗൺ. നമ്മൾ ബോട്ടിൽ കയറി ഒരു 10-15 പേരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ ബോട്ട് സ്റ്റാർട്ട് ചെയ്ത് വളരെ ചെറിയൊരു ഐലൻഡാണ് കേട്ടോ നമ്മൾ പോകാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ ഈ തിര മുറിച്ച് കിടക്കുമ്പോൾ ഉള്ള ഒരു ഫീൽ, ഒരു പ്രത്യേക ഒരു വൈബാണ്. ഏകദേശം ഒരു മാൽപ്പേ ബീച്ചിൽ നിന്നും 20-25 മിനിറ്റ് യാത്രയുണ്ട് കേട്ടോ. ഈ തിരകളെല്ലാം മുറിച്ച് കിടന്നുള്ള സ്പീഡ് ബോട്ടിലുള്ള യാത്രയുണ്ടല്ലോ, വളരെ വളരെ രസകരമാണ്. 400 രൂപയ്ക്ക് നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ അവിടെ എത്തിച്ച് തരുന്നുണ്ടെങ്കിലും അതിലും കൂടുതൽ എൻജോയ്മെൻറ്റ് തരുന്നൊരു ബോട്ട് യാത്രയാണ്. കന്യാകുമാരിയിലെ ബോട്ട് യാത്രയൊന്നും ഇതിൻ്റെ അടുത്ത് പോലും വരില്ല. ശരിക്കും പറഞ്ഞാൽ ഈ തിരമാലകൾ കീറി മുറിച്ചുള്ള ഈ യാത്രയിൽ നമ്മൾ മൊത്തം നനയുമെന്ന് പറയാം. പിന്നെ ഈ ലൈഫ് ജാക്കറ്റ് നിർബന്ധമാണ് കേട്ടത് ബോട്ട് യാത്രയിൽ. ശരിക്കും ഈ യാത്ര വളരെയധികം എൻജോയ്മെൻ്റ് തന്നൊരു യാത്രയാണ് കേട്ടോ. നമ്മൾ ഇരുന്നാണ് ബോട്ടിൽ പോണേ. ഈ ഓടിക്കുന്ന ആൾ നിന്നാണ് ഓടിക്കുന്നത്. അയാളൊരു എക്സ്പീരിയൻസ് നമ്മളൊന്ന് ആലോചിക്കണം. കാരണം ഇരുന്ന് ഞങ്ങൾക്ക് തന്നെ ഇത്രയും പേടി തോന്നുന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ കളറ് നീലയും പച്ചയും കൂടിയ പോലെയൊക്കെ ഉള്ളൊരു കളറാണ് തോന്നുന്നത്. കടലിനകത്തോട്ട് പോകുന്നത് ഇത് ആദ്യമായിട്ടാട്ടോ. കടലിന് ഇത്രയും നമ്മൾ ദൂരത്തോട്ട് പോകുന്ന ഒരു യാത്ര ആദ്യമായിട്ടാണ്. അങ്ങനെ ഞങ്ങൾ സെൻറ്റ് മേരീസ് ഐലൻഡിലേക്ക് എത്തിയിരിക്കുകയാണ് കൂട്ടുകാരെ. ചെന്നിറങ്ങിയപ്പോൾ തന്നെ ഉള്ളൊരു സന്തോഷം എന്ന് പറയാൻ എന്തൊരു മനോഹരമായ കാഴ്ചകളാണ്. സത്യം പറഞ്ഞാൽ എവിടേക്കാണ് തിരിയേണ്ടത്, എവിടെയാണ് പോയി ഫോട്ടോ എടുക്കേണ്ടതെന്നൊന്നും അറിയാൻ പാടില്ലാത്തൊരു അവസ്ഥ. ദ്വീപ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ലക്ഷദ്വീപിനെ കുറിച്ചൊക്കെ ആദ്യമേ അങ്ങനെ ആലോചിക്കുന്നത്. ഇതുപോലെ നമുക്ക് അത്രയും ചിലവില്ലാതെ തന്നെ നമുക്ക് ഒരു ദ്വീപിലെത്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളും മുതിർന്നവരും പ്രായമായവരും ചിലർ വളർത്തു നായ്ക്കളെ, അവരുടെ വീട്ടിൽ വളർത്തുന്ന നായ്ക്കളെ വരെ കൂടെ കൊണ്ടുവന്നേക്കാണ്. പിന്നെ പറഞ്ഞു കേട്ടൊരു കാര്യമാണ്, ഈ കാണുന്ന ശിലകളെല്ലാം കൃഷ്ണശിലയാണെന്നാണ് പറയപ്പെടുന്നത്. ഇതിന് മുകളിൽ കയറി ഫോട്ടോ എടുക്കാനൊക്കെ ആൾക്കാരുടെ ഒരു തിരക്കാണ്. പക്ഷെ ഈ കാണുന്ന കാഴ്ച പോലെ അല്ല കേട്ടോ, ഡേഞ്ചറും ഉണ്ട് ഇവിടെ. ആ നീല കളർ കാണുന്ന ഭാഗമൊക്കെ നല്ല ആഴം കൂടിയ ഭാഗമാണ്. നമ്മളറിയാതെയൊക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ശരിക്കും താന്നു പോകും.
ഡേഞ്ചർ ഇല്ലാത്ത ഭാഗം എന്ന് പറഞ്ഞാൽ ശരിക്കും അടിഭാഗം കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും. അല്ലാത്ത ഭാഗം കറക്റ്റ് ഫുള്ള് നീല കളറിലാണ് കിടക്കുന്നത്. അപ്പോൾ പോകുന്നവർ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. അതായത് കുഴിയുള്ള ഭാഗം വെള്ളത്തിൻ്റെ കളർ നീലയായിട്ടാണ് കിടക്കുന്നത്. അല്ലാത്ത ഭാഗത്ത് നമുക്ക് അടിഭാഗം കാണാൻ പറ്റും. ക്ലിയർ ആയിട്ടാണ് വെള്ളം കിടക്കുന്നത്. പിന്നെ കുറച്ച് തെങ്ങുകളുണ്ട് ഇവിടെ. അതുകൊണ്ട് കോക്കനട്ട് ദ്വീപൊന്നും പേരുണ്ട് കേട്ടോ ഈ ഐലൻഡിന്. പിന്നെ ഈ കടലിലെ സൈഡിൽ മാത്രമല്ല കരയിലും ഉണ്ട് ഇതുപോലുള്ള കൃഷ്ണശിലകൾ. പിന്നെ അത്യാവശ്യം നമുക്ക് എന്തെങ്കിലും വെള്ളം കുടിക്കണോ ചായ കുടിക്കണോ എന്നൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം ചില വിൽപ്പനകളൊക്കെ ഉണ്ട്. കൂടാതെ ചിപ്പികളൊക്കെ, അതായത് പവിഴമൊക്കെ നമ്മൾ ലക്ഷദ്വീപിൽ കാണൂലേ, അതുപോലെ തന്നെയുള്ള ചെറിയ ചെറിയ ഈ കൃഷ്ണശിലയിൽ ചെറിയ ചെറിയ ചിപ്പികളൊക്കെ ഇങ്ങനെ പറ്റിച്ചേർന്നിരിക്കുന്നുണ്ട്. കറക്റ്റ് അറിയില്ല, നമുക്ക് അതൊരു ചിപ്പി പോലെ നമുക്ക് തോന്നുന്നത്. അടിപൊളി വൈബാണ്. എവിടെ നിന്ന് ഫോട്ടോ എടുക്കണമെന്ന് കൺഫ്യൂഷനായിരുന്നു. പിന്നെ ഇവിടുത്തെ മണ്ണ് സാധാരണ ബീച്ചിൽ കാണുന്ന പോലെയൊന്നുമല്ല. നിറച്ച് ചിപ്പികൾ പൊടിഞ്ഞ് തിര വന്നടിഞ്ഞിട്ട് ചിപ്പികൾ പൊടിഞ്ഞുണ്ടായ മണ്ണാണ്. പക്ഷെ ഇതൊന്നും നമുക്ക് അവിടെ നിന്ന് വാരിക്കൊണ്ടുവരാൻ പറ്റില്ല കേട്ടോ. അത് അങ്ങനെ അലൗഡല്ല. പ്രത്യേകം ഉരുളൻ കല്ലുകൾ, പിന്നെ 1 മണിക്കൂറായിട്ട് നമുക്കിവിടെ ചിലവഴിക്കാൻ ബോട്ടുകാർ വരുന്ന സമയം. ഇത് കണ്ടില്ലേ ഗൈസ്, ഇത് ഒരു പ്രത്യേകതരം ചിപ്പികൾ, പല തരത്തിൽ പല മോഡലിലുള്ള ചിപ്പികൾ. ഇത് പ്രത്യേക ഭംഗിയാണ്. വയലറ്റ്, റെഡ് മിക്സ് ആയിട്ടുള്ള കളറുകൾ. ഉരുളൻ കല്ലുകൾ കിടക്കുന്ന കാണണം. നമ്മൾ മുറ്റത്തൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കല്ലുകൾ. ഇതെല്ലാം പറക്കിയെടുത്തുകൊണ്ട് വരണമെന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് അലൗഡല്ല. സത്യം പറഞ്ഞാൽ കടലിൽ നോക്കിയിരിക്കുന്നേക്കാളും കൂടുതലും നമ്മൾ ഈ ചിപ്പികൾ പറക്കാനും ചിപ്പികൾ എടുത്ത് നോക്കാനുമാണ് നമ്മൾ സമയം ചിലവഴിച്ചത്. പിന്നെ കൃഷ്ണശില എന്ന് പറയുന്നത് തിര വന്നടിക്കുന്ന ആ ഒരു കല്ലിൽ തിര വന്നടിക്കുന്ന ആ ഒരു വൈബ് ഉണ്ടല്ലോ, അതൊരു പ്രത്യേക രസം തന്നെയാണ്. ഫാമിലി ആയിട്ടും ബാച്ചിലറായിട്ടും കുഞ്ഞു ചെറിയ കുട്ടികളെ വരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് മാത്രമല്ല കേട്ടോ, സെൻറ്റ് മേരീസ് ഐലൻഡിൽ കൂടാതെ മാൽപ്പേ ബീച്ചിൽ പാരാസൈക്ലിംഗ്, പാരച്യൂട്ടിങ് റൈഡിങ്, പിന്നെ ബനാന ബോട്ട് റൈഡിങ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് അതിനകത്ത്. അവിടെ എല്ലാത്തിനും പേരുകളൊന്നും കറക്റ്റ് അറിയാൻ പാടില്ല. അങ്ങനെ ഏകദേശം 1 മണിക്കൂറായിട്ടാണ് നമ്മൾ ഈ ഐലൻഡിൽ വന്നിട്ട്. അപ്പോൾ തിരിച്ചു പോകാമെന്ന് വിചാരിക്കുന്നു. ഇനിയും വരണമെന്ന് വിചാരിച്ച് ഞങ്ങൾ ബോട്ടിലേക്ക് കയറാൻ പോകണം. അതിന് മുമ്പ് കുറച്ച് ഫോട്ടോസൊക്കെ ഇവിടെ ആഡ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ, നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ ഓക്കെ ഗൈസ്, താങ്ക് യു. കാണാൻ വയ്യല്ലോ, കാണാൻ വയ്യ.